പ്രകൃതി പലപ്പോഴും നമുക്ക് അമൂല്യമായ പാഠങ്ങൾ നൽകുന്നുണ്ട്. തിരക്കിട്ട നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. താമര വെറുമൊരു പൂവല്ല. താമര അത് ജീവിത വിജയത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. ഒരു താമരയിൽ നിന്ന് മനുഷ്യന് ജീവിതത്തിൽ പഠിക്കാവുന്ന അനേകം കാര്യങ്ങളുണ്ട്. അവയെ നമുക്ക് ചില കഥകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന്, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക. താമര എവിടെയാണ് വളരുന്നത്? ചെളിയിലും കലങ്ങിയ വെള്ളത്തിലുമാണല്ലോ. എന്നാൽ ചെളിയുടെ ഒരു തരി പോലും അതിനെ സ്പർശിക്കാതെ ഏറ്റവും പരിശുദ്ധവും മനോഹരവുമായ ഒരു പൂവായി അത് വിരിയുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്താണ്? നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും, എത്ര ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയാലും നമുക്ക് ശുദ്ധമായി, പരിശുദ്ധമായി, മനോഹരമായി നിലനിൽക്കാൻ കഴിയും എന്നതാണ്. ഒരു കഥയിലൂടെ നമുക്ക് നോക്കാം. പണ്ട് ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്നൊരു യുവാവുണ്ടായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു രാമു വളർന്നത്. വിദ്യാഭ്യാസം നേടാൻ പോലും അവന് ബുദ്ധിമുട്ടായിരുന്നു. ആളുകൾ അവനെ കളിയാക്കി. നിനക്കൊന്നും നേടാൻ കഴിയില്ലെന്ന് പറഞ്ഞു. രാമുവിന് വലിയ സങ്കടമായി. ഒരു ദിവസം അവൻ ഒരു കുളക്കരയിലിരിക്കുമ്പോൾ ഒരു താമര വിരിയുന്നത് കണ്ടു. ചെളിയിൽ നിന്ന് മനോഹരമായ ഒരു പൂവ് വിരിയുന്നത് അവനെ അത്ഭുതപ്പെടുത്തി. താമരയെ കണ്ടപ്പോൾ അവനൊരു ഉൾവിളിയുണ്ടായി. ചെളിയിൽ നിന്ന് താമരയ്ക്ക് വിരിയാമെങ്കിൽ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. രാമു ആ നിമിഷം മുതൽ കഠിനാധ്വാനം ചെയ്തു. രാത്രികളിൽ പഠിച്ചു, പകൽ ജോലികൾ ചെയ്തു. ഒടുവിൽ അവൻ ഒരു സമ്പന്നനായി മാറി. അവൻ്റെ വിജയത്തിന് പിന്നിൽ താമര നൽകിയ പാഠമായിരുന്നു. സാഹചര്യങ്ങൾ എത്ര മോശമായാലും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നേറാൻ കഴിയും. 2. ലാളിത്യവും വിനയവും. താമരയുടെ ഇതളുകളിൽ വെള്ളം തങ്ങി നിൽക്കുന്നില്ല എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മഴ പെയ്താലും വെള്ളത്തുള്ളികൾ തട്ടിത്തെറിച്ച് താഴേക്ക് വീഴുന്നു. ഇത് താമരയുടെ സെൽഫ് ക്ലീനിങ് സ്വഭാവമാണ്. ഈ ഗുണം നമ്മളെ പഠിപ്പിക്കുന്ന പാഠമെന്താണ്? നമുക്ക് എന്ത് നേട്ടങ്ങളുണ്ടായാലും, എത്ര വലിയ സ്ഥാനങ്ങളിലെത്തിയാലും അഹങ്കരിക്കരുത് എന്നതാണ്. ജലകണങ്ങളെ പോലെ നമ്മുടെ നേട്ടങ്ങളെയും അംഗീകാരങ്ങളെയും നമ്മൾ ചേർത്ത് പിടിക്കരുത്. അവയെ ലാളിത്യത്തോടെ കാണണം. ഒരു നഗരത്തിൽ രവി എന്നൊരു പ്രശസ്തനായ ശില്പി ഉണ്ടായിരുന്നു. അവൻ അതിമനോഹരമായ ശില്പങ്ങളുണ്ടാക്കി. ആളുകൾ അവനെ പ്രശംസിച്ചു. രവിക്ക് പതിയെ അഹങ്കാരം വർദ്ധിച്ചു. ആളുകളെ പുച്ഛത്തോടെ കാണാൻ തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു പുരാതന ക്ഷേത്രത്തിൽ പോയി. അവിടെ ഒരു വലിയ താമരക്കുളം കണ്ടു. അതിലെ താമരപ്പൂക്കളിൽ വെള്ളം തട്ടിത്തെറിപ്പിച്ച് പോരുന്നത് അവൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതുവഴി വന്ന ഒരു സന്യാസി അവനോട് പറഞ്ഞു, മകനെ, താമര അതിൻ്റെ സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുന്നില്ല. അതിന് ലഭിക്കുന്ന വെള്ളത്തെ അത് ചേർത്ത് പിടിക്കുന്നുമില്ല. നിന്റെ നേട്ടങ്ങളെയും നീ അങ്ങനെ കാണണം. അഹങ്കാരം നിന്നെ നശിപ്പിക്കും. സന്യാസിയുടെ വാക്കുകൾ രവിയുടെ കണ്ണു തുറപ്പിച്ചു. അവൻ പിന്നീട് ലാളിത്യത്തോടെയും വിനയത്തോടെയും ജീവിച്ചു. അവൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കി. 3. സൗന്ദര്യം ഉള്ളിൽ നിന്ന്. താമരയുടെ സൗന്ദര്യം അതിൻ്റെ പുറംമോടിയിൽ മാത്രമല്ല, അതിൻ്റെ ഓരോ ഇതളുകളിലും, അതിൻ്റെ ഘടനയിലും, അതിൻ്റെ പരിശുദ്ധിയിലുമുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സൗന്ദര്യം പുറംമോടികളിലല്ല, നമ്മുടെ ഉള്ളിലാണെന്നാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ നല്ല ചിന്തകൾ, നമ്മുടെ ആത്മാർത്ഥത എന്നിവയാണ് ഒരു വ്യക്തിയെ മനോഹരമാക്കുന്നത്. ഒരു രാജകുമാരൻ തൻ്റെ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അയാൾ എല്ലാ യുവതികളെയും കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചെത്തി. എന്നാൽ ഒരു സാധാരണക്കാരിയായ പെൺകുട്ടി ലളിതമായ വസ്ത്രങ്ങളോടെ, എന്നാൽ പ്രസന്നമായ മുഖവുമായി എത്തി. രാജകുമാരൻ അവളെ കണ്ടപ്പോൾ കളിയാക്കി. അപ്പോൾ മന്ത്രി താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു പാത്രം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഈ പൂക്കൾ എത്ര മനോഹരമാണെന്ന് നോക്കൂ. എന്നാൽ ഇവയുടെ സൗന്ദര്യം പുറമോടിയിൽ മാത്രമല്ല, ഇവയുടെ ഉള്ളിലുള്ള പരിശുദ്ധിയിലുമാണ്. അതുപോലെയാണ് മനുഷ്യനും. രാജകുമാരന് കാര്യം മനസ്സിലായി. അവൻ ലളിതയായ പെൺകുട്ടി വിവാഹം കഴിച്ചു. അവൾ അവൻ്റെ നല്ല പാതിയായി മാറി. 4. ക്ഷമയും സ്ഥിരോത്സാഹവും. ഒരു താമര ഒറ്റയടിക്കല്ല വിരിയുന്നത്. അത് ഓരോ ഇതളായി വളരെ സാവധാനം ക്ഷമയോടെ വിരിയുന്നു. ഈ പ്രക്രിയയ്ക്ക് സമയമെടുക്കും. ജീവിത വിജയം നേടുന്ന കാര്യത്തിലും ഇത് സത്യമാണ്. നമ്മൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ
അതിലേക്കെത്താൻ ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. പെട്ടെന്നുള്ള വിജയങ്ങൾ പലപ്പോഴും ശാശ്വതമാകില്ല. ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ച് മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വിജയം നേടാൻ കഴിയൂ. ഒരു മലയുടെ മുകളിൽ ഒരു അപൂർവ താമരയുണ്ടെന്ന് കേട്ട് ഒരു യുവസന്യാസി അതിനെ തേടി യാത്ര തുടങ്ങി. യാത്ര വളരെ ദുർഘടമായിരുന്നു. വഴിയിൽ നിരവധി പ്രതിബന്ധങ്ങൾ. പലപ്പോഴും അയാൾക്ക് മടുപ്പ് തോന്നി. എന്നാൽ താമരയുടെ ഇതളുകൾ സാവധാനം വിരിയുന്നതിനെക്കുറിച്ച് അവൻ കേട്ടിരുന്നത് ഓർത്തു. എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കണം, അവൻ സ്വയം പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവൻ ആ താമരപ്പൂവ് കണ്ടെത്തി. അതിൻ്റെ സൗന്ദര്യം അവനെ അത്ഭുതപ്പെടുത്തി. ആ യാത്ര അവനെ പഠിപ്പിച്ചത് ലക്ഷ്യത്തിലെത്താൻ ക്ഷമയും സ്ഥിരോത്സാഹവും അനിവാര്യമാണെന്നാണ്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ഒരു താമരപ്പൂവ് നമുക്ക് എത്ര വലിയ പാഠങ്ങളാണ് നൽകുന്നതെന്ന്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക, ലാളിത്യവും വിനയവും കാത്തുസൂക്ഷിക്കുക, ഉള്ളിലെ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുക, ക്ഷമയും സ്ഥിരോത്സാഹവും കൈവിടാതെ മുന്നോട്ടു പോകുക. ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഏതൊരാൾക്കും വിജയം നേടാൻ കഴിയും. ഓർക്കുക, നമ്മൾ ഓരോരുത്തരും ഓരോ താമരയാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും നല്ല ചിന്തകളെയും പുറത്തേക്ക് കൊണ്ടുവരിക. ചുറ്റുമുള്ള ചെളിയെ നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ താമരയുടെ പാഠങ്ങൾ പ്രയോജനപ്പെടുത്തുക. വിജയം നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.